ഷാരോൺ വധക്കേസില് ഗ്രീഷ്മയെ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ചു. ഈ കൊലക്കേസിനകത്ത് നാൾവഴികളൊക്കെ നമുക്കറിയാം. കേരളത്തെ ഞെട്ടിച്ചൊരു കൊലക്കേസ് തന്നെയായിരുന്നു. ആ തൂക്കുകയർ വിധിച്ച ഉടൻ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര വനിതാ സെല്ലിലേക്ക് മാറ്റി. അവിടെ 14-ാം ബ്ലോക്കില് 11-ാമത്തെ സെല്ലിലാണ് ഗ്രീഷ്മ കിടക്കുന്നത്. അട്ടക്കുളങ്ങരയിലെ 24-ാമത്തെ തടവുകാരിയാണ്. 2025 ആദ്യത്തെ തടവുകാരിയാണ്. 1/2025 നമ്പർ വീണു. കേരളത്തിലെ തൂക്കുകയർ വിധിക്കപ്പെട്ട് കിടക്കുന്ന 2 പേരിൽ നേരത്തെ ശാന്തകുമാരി കൊലക്കേസിൽ അഡീഷണൽ സെഷൻസ് നെയ്യാറ്റിൻകര തന്നെ ഒരു വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. റഫീഖ ബീഗവും അവരുടെ മകനും അവരുടെ കാമുകനുമായിട്ട് ചേർന്നാണ് ശാന്തകുമാരിയെ കൊന്നത്. ഇതേ കോടതി തന്നെ, നെയ്യാറ്റിൻകര കോടതി തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു. 2ാമത്തെ വധശിക്ഷയാണ് അതേ കോടതി വിധിക്കുന്നത്. ഗ്രീഷ്മയുടെ വധശിക്ഷയെ പറ്റി പൊതുവെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായ ഒരു വിധിയായിരുന്നു അത്. ഈ കേസിനകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഗ്രീഷ്മ അവസാനം വരെ കുറ്റസമ്മതം നടത്തിയില്ല എന്ന് പറയുന്നത്. പോലീസിൻ്റെ അടുത്ത് നടത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസിലെ കുറ്റസമ്മത മൊഴി കോടതി സ്വീകരിക്കത്തില്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് കൺഫെഷൻ ബിഫോർ ദ പോലീസ് ഓഫീസർ ഈസ് നോട്ട് അഡ്മിസിബിൾ ആണ്. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പറയുന്ന കുറ്റസമ്മത മൊഴി ഇന്ത്യൻ കോടതിയിൽ സ്വീകാര്യമല്ല. ആ കുറ്റസമ്മത മൊഴി അനുസരിച്ച് പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം. പോലീസിന്റെ കുറ്റച്ചാർജിൽ കുറ്റസമ്മതം നടത്തിയെന്നും പറയാം. പക്ഷേ അതിന് യാതൊരു വിലയും കോടതി കൊടുക്കില്ല. ഒരാളെ കുറ്റസമ്മത മൊഴി നൽകിയെങ്കിൽ തന്നെയും കോടതി മുമ്പാകെ നൽകേണ്ടിയിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലെ വിധിച്ച ധാരാളം കേസുകളുണ്ട്. ഈ ഒരു കേസിലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിലാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു സന്ദർഭത്തിലും ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയില്ല. താൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2022 ഒക്ടോബർ 14-ാം തീയതിയാണ് ഈ വിഷം കലർന്ന ജ്യൂസ് ഗ്രീഷ്മ കൊടുത്തു എന്ന് പറയുന്നത്. ആ പയ്യൻ അല്ലെങ്കിൽ ഷാരോൺ 2022 ഒക്ടോബർ 25-ന് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ കിടന്ന് മരണമടഞ്ഞു. മരിക്കുന്നിടം വരെ ഇടയ്ക്കിടയ്ക്ക് ഷാരോൺ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഗ്രീഷ്മയുമായിട്ട് സംസാരിച്ചതുകൊണ്ട് അതൊക്കെ വൈറലായി പുറത്തൂടെ സഞ്ചരിക്കുന്നുണ്ട്. സങ്കടപ്പെട്ട് താൻ തന്നത് മോശമായ ജ്യൂസ് ആയിരുന്നോ എന്നൊക്കെ നിലവിളിക്കുന്നത് നമുക്ക് കേൾക്കാം. അതേസമയത്ത് ഈ കേസിൻ്റെ ഒരു സന്ദർഭത്തിലും കുറ്റസമ്മത മൊഴി ഗ്രീഷ്മ കൊടുത്തില്ല. രണ്ടാമത് തന്നെ ചതിച്ചത്, തന്നെ കൊല്ലാൻ ശ്രമിച്ചത്, അല്ലെ കൊല്ലാനായിട്ട് തനിക്ക് വിഷദ്രാവകം തന്നത് ഗ്രീഷ്മയാണെന്ന് ഷാരോണും പറഞ്ഞില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത അതാണ്. 10-11 ദിവസത്തോളം മരണത്തോട് മല്ലടിച്ച് മെഡിക്കൽ കോളേജിൽ കിടന്ന ഷാരോണിന് സുബോധമുണ്ടായിരുന്നു മരണം വരെ. ആ സന്ദർഭത്തിൽ അദ്ദേഹം മരണമൊഴിയിൽ തന്നെ വധിക്കാനായിട്ട് വിഷം തന്നത് ഗ്രീഷ്മയാണെന്ന് പറഞ്ഞേയില്ല. അത് ഈ കേസിനകത്തൊരു മൈനസ് പോയിന്റ് തന്നെയാണ്. മറ്റൊരു കാര്യം, 1955 ഇന്ത്യയിലെ അവസാനത്തെ അല്ല ആദ്യമായിട്ടും സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. രത്തൻബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ
അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവര് ഭർത്താവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന 3 സ്ത്രീകളെ അവർ കൊലപ്പെടുത്തി, വിഷം നൽകി അവരെ കൊന്നു. ആ കേസ് ഡൽഹി സെഷൻസ് കോടതി നടത്തി, അവരെ തൂക്കുകയർ വിധിച്ചു. പഞ്ചാബ് ഹൈക്കോടതി ആ തൂക്കുകയർ വിധി ശരിവെച്ചു. അതോടെ രത്തൻഭായിയെ തൂക്കിക്കൊന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുകയർ സ്ത്രീകൾക്ക് കൊടുത്തത് രത്തൻഭായിക്കാണ്. അതിനുശേഷം ഇന്ന് വരെ ഇന്ത്യയിലെങ്ങും സ്ത്രീകളെ തൂക്കിക്കൊന്നിട്ടില്ല. അതേസമയത്ത് തൂക്കുകയർ പ്രതീക്ഷിച്ച് കിടക്കുന്നവരുണ്ട് ഇന്ത്യയിൽ. കേരളത്തിൽ തന്നെ ഇപ്പം ഗ്രീഷ്മയും കൂടെ ചേർത്ത് 2 പേരായി. ഇവിടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജുഡീഷ്യറിയും യുടെ രംഗത്ത് ഭരണഘടനയിലെ എക്സ്പെർട്ടുകളൊക്കെ വധശിക്ഷയ്ക്ക് പകരം വധശിക്ഷ തന്നെ കൊടുക്കുന്ന ജുഡീഷ്യറിയുടെ തീരുമാനത്തിനോട് അംഗീകരിക്കുന്നില്ല. പൊതുവെ നമുക്കറിയാം, പല കേസുകളും വധശിക്ഷയ്ക്ക് വിധിച്ച് ഇന്ത്യയിൽ പലരും കിടക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ തന്നെ വധശിക്ഷയ്ക്ക് ഇത് 40ാമത്തെ ആളാണ്. 40 പേര് കേരളത്തിലെ ജയിലിൽ കിടപ്പുണ്ട്. ഗ്രീഷ്മയും കൂടെ ചേർത്ത് 2 സ്ത്രീകൾ ഉൾപ്പെടെ. അപ്പം പൊതുവെ കേരളത്തിലെ ജുഡീഷ്യറിയും അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറിയും അല്ലെങ്കിൽ കേരള ഹൈക്കോടതിയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയും ഒന്നും വധശിക്ഷ കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അത് ഗൗരവമായിട്ട് അവരെടുത്തിരിക്കുന്നത് മറ്റു ചില വശങ്ങളിൽ കൂടിയാണ്. അതുകൊണ്ട് വധശിക്ഷ നടപ്പാക്കുന്നതിനോട് പൊതുവെ ജുഡീഷ്യറിയിലെ എതിർപ്പ് തന്നെയാണ്. സാംസ്കാരികമായ നിലവാരം പുലർത്തുന്ന നമ്മളൊക്കെ ഒരു മനുഷ്യനെ മറ്റൊരാളെ കൊന്നാൽ പകരത്തിന് പകരം എന്നുള്ള രീതിയിൽ ആ മനുഷ്യനെ വീണ്ടും കൊല്ലുന്ന രീതി അല്ലെ ജുഡീഷ്യൽ ഹാങ്ങിങ് നടത്താൻ പാടില്ല എന്നാണ് ഇപ്പോഴത്തെ വിദഗ്ധ ഉപദേശം എന്ന് ഞാൻ കരുതുന്നു. ഈ കേസിനകത്ത് മറ്റൊരു പ്രത്യേകത, ഈ കുറ്റം ഒന്നും ഇതുവരെ ഗ്രീഷ്മ കോടതിയിലോ പോലീസിന്റെ മുമ്പിൽ തന്നെ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് പറയുന്നുണ്ട് പോലീസിന് മുമ്പേ കുറ്റസമ്മതം നടത്തിയെന്ന്. അത് പോലീസ് കസ്റ്റഡിയിലാണ്, പോലീസിന്റെ ഭീഷണിയുണ്ട്, അതുകൊണ്ടായിരിക്കാം എന്ന് ഗ്രീഷ്മ പറഞ്ഞു. പക്ഷെ ഒരു സന്ദർഭത്തിലും ഗ്രീഷ്മ താൻ സ്നേഹിച്ച പുരുഷനെ ചതിച്ചു കൊന്നതാണ് എന്ന് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഈ കേസ് നടത്തിയ KJ ജോൺസൺ DYSP, അദ്ദേഹം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അതുപോലെ നന്നായി കളക്ട് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് കുമാറും ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ കോടതിയിലെ എല്ലാ തെളിവുകളും കോടതിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രതിഭാഗത്തിൻ്റെ ചോദ്യങ്ങൾക്കും അത് കണ്ണിക്കത്തക്ക രീതിയിൽ അതിനും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. പ്രതിഭാഗത്തിൻ്റെ അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റും ശാസ്ത്രമൂലം അജിത് കുമാർ തന്നെ. ഇതിനകത്ത് പ്രതി കോടതിയിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ അത് വളരെ വൈറ്റലായ ഒരു തെളിവായിട്ട് മാറും എന്നെനിക്ക് തോന്നുന്നു. കാരണം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മുമ്പാകെ ഗ്രീഷ്മ ചില കെമിക്കൽ കഴിച്ച് അല്ലെങ്കിൽ ബാത്റൂമിൽ ഒഴിക്കുന്ന ചില ഡെറ്റോൾ പോലെയുള്ള സാധനം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവർ മരണമടയാനുള്ള സാധ്യത കണക്കാക്കി പോലീസ് അവരുടെ മരണമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ്. അവിടെ വെച്ച് അവർ പറഞ്ഞു താന് ഷാരോണ് ഈ ജ്യൂസ് കൊടുത്തതല്ല, ഷാരോണ് എന്നിൽ നിന്ന് പിന്മാറിയിട്ടില്ല, ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധത്തിൽ നിന്ന് ഷാരോൺ പിന്മാറാതെ വന്നു. അതേസമയത്ത് തനിക്ക് നല്ലൊരു വിവാഹാലോചന വന്നു. ഷാരോൺ അതിൽ നിന്ന് പിന്മാറാൻ പല പണിയും നോക്കിയിട്ടും നടന്നില്ല. അതുകൊണ്ട് താൻ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കീടനാശിനിയിൽ ജ്യൂസ് കലക്കി താൻ വെച്ചത്. അത് കുടിക്കുമെന്ന് ഷാരോണിൻ്റെ അടുത്ത് പറഞ്ഞു. ഷാരോണ് അങ്ങനെ വീട്ടിൽ വന്നു. അത് ഞാൻ കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞെടുത്ത് കഴിച്ചു എന്ന്. അവൾ കഴിക്കാൻ വെച്ചത് ബലമായിട്ട് അദ്ദേഹം എടുത്ത് കഴിച്ചു.
എന്നൊരു വാദഗതിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഷാരോന്റെ കേസിനകത്ത് പല സന്ദർഭത്തിലും ഈ വാദഗതികൾ കോടതിയിൽ ഉയർന്നു വന്നു. ഗ്രീഷ്മ അതിൽ തന്നെ ഉറച്ചു നിന്നു. താൻ തന്നെ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ആ വിവരം ഷാരോനെ വിളിച്ചറിഞ്ഞപ്പോൾ ഷാരോൺ വന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണ് അതെടുത്ത് കുടിക്കാനുണ്ടായ സാഹചര്യം. എന്തുകൊണ്ടാണ് തന്നെ ഗ്രീഷ്മ ചതിച്ചു എന്നൊരു വാക്ക് 11 ദിവസം മരണത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തി പറയാതെ പോയത്? അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബലഹീനമായ, അല്ലെങ്കിൽ പ്രോസിക്യൂഷന് ബലഹീനമായ ഒരു സംഭവം തന്നെയാണത്. ഹൈക്കോടതി അത് പരിശോധിക്കും. ആ പറഞ്ഞിരിക്കുന്നത് പ്രതിഭാഗം വക്കീലല്ല, ആ പറഞ്ഞ സംഗതി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്ത കാര്യമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ നമുക്കത് ആ കൗണ്ടർ, ആ ഡിഫൻസ്, അത് നല്ല സ്ട്രോങ് ആയൊരു ഡിഫൻസ് തന്നെയായിട്ടാണ് തോന്നുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഷാരോൺ മരണം വരെ തൻ്റെ കാമുകി, താൻ ഇഷ്ടപ്പെടുന്ന ഗ്രീഷ്മയ്ക്ക് എതിരായിട്ട് ഒരു വാക്കും പറയാത്തതെന്ന് നമുക്ക് തോന്നും. അത് 5-6 വർഷം കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ചിലപ്പോൾ ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുള്ളൂ. ഇതിനകത്ത് ഹൈക്കോടതി ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് അത് ജില്ലാ കോടതിയുടെ വിധി, പ്രത്യേകിച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് തൂക്കയറ്, അത് ഹൈക്കോടതി ശരിവെച്ചെങ്കിൽ മാത്രമേ ആ വധശിക്ഷ നടപ്പാക്കാൻ കഴിയുള്ളൂ. ഹൈക്കോടതി ശരിവെച്ചു കഴിഞ്ഞാൽ ലോവർ കോടതി, ആ സെഷൻസ് കോടതി ഉടൻ ബ്ലാക്ക് വാറണ്ട് പുറപ്പെടുവിക്കും. ബ്ലാക്ക് വാറണ്ട് കൊടുത്താൽ അത് നേരെ സബ് ജയിൽ സൂപ്രണ്ട് പോകും. ജയിൽ സൂപ്രണ്ട് ആ വാറണ്ട് അനുസരിച്ച്, ആ കറുത്ത വാറണ്ട്, ബ്ലാക്ക് വാറണ്ട് അനുസരിച്ച് വിധി നടപ്പാക്കേണ്ടി വരും. ഇവിടെ നമ്മൾ റിപ്പർ ചന്ദ്രന്റെ സമയത്ത്, റിപ്പർ ചന്ദ്രനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു. ചന്ദ്രനെ 1991 ജൂലൈ 6-നാണ് ചന്ദ്രനെ തൂക്കിക്കൊന്നത്. ചന്ദ്രനെ തൂക്കിക്കൊല്ലാൻ നേരത്ത് ആരാച്ചാർ കേരളത്തിൽ അവൈലബിൾ അല്ലായിരുന്നു. ആരാച്ചാർ ജയിലിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാതെ വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ആരാച്ചാർ റിട്ടയർ ചെയ്ത് പോയി, അദ്ദേഹം കടന്നുപോയിരിക്കുന്നു എന്ന് തോന്നുന്നു. ആരാച്ചാർ ഇല്ലാതെ വന്നപ്പം ജയിൽ സൂപ്രണ്ട് വാറണ്ട് അനുസരിച്ച്, ബ്ലാക്ക് വാറണ്ട് അനുസരിച്ച് വിധി നടപ്പാക്കിയേ പറ്റുള്ളൂ. കോർട്ട് ഓർഡറാണ്, സെഷൻസ് കോടതിയുടെ ഓർഡറാണ്, മരണ വാറണ്ടാണ്. അവിടെ ജയിലിൽ പാർപ്പിക്കാൻ, ആ പ്രതിയെ അവിടെ തുടർച്ചയായിട്ട് പാർപ്പിക്കാനായിട്ട് അനുവദിക്കില്ല. ആ വധശിക്ഷ വാറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. അങ്ങനെ റിപ്പർ ചന്ദ്രനെ, നീലേശ്വരംകാരനായ റിപ്പർ ചന്ദ്രനെ അവസാനമായി തൂക്കിക്കൊന്നത് ആരാച്ചാർ ആയിരുന്നില്ല, ജയിൽ സൂപ്രണ്ട് കരുണാകരൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ജയിൽ പ്രസിഡന്റിന് ആ വിധി തൻ്റെ ജോലിയുടെ ഭാഗമായി നടപ്പാക്കാതിരിക്കാൻ മേല. അദ്ദേഹം, ആരാച്ചാർ ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ അത് നടപ്പാക്കേണ്ടി വരും. അതുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഈ റിപ്പർ ചന്ദ്രനെ തൂക്കിക്കൊല്ലുന്നു. കോർട്ട് ഓർഡർ പ്രകാരമാണ് ആ തൂക്കിക്കൊല. ഇവിടെ ഇന്ത്യയിലെ പൊതുവെ നമ്മൾ നോക്കിക്കഴിയുമ്പം വധശിക്ഷ വിധിച്ച പല സ്റ്റേറ്റുകളിലും ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് ഇനി ഇതിനകത്ത് സ്ത്രീകൾക്ക് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പാക്കുമല്ലോ സംശയം തന്നെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഒരെണ്ണം ഒഴിച്ച് ഇന്ന് വരെ ഒരു സ്ത്രീകളെ തൂക്കിക്കൊന്നിട്ടില്ല. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ത്രീ തൂക്കുകയർ പ്രതീക്ഷിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവർ 6-7 പേരെ കൊന്നതാണ്, പക്ഷെ അത് ഇന്ന് വരെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഗ്രീഷ്മയുടെ കാര്യത്തിൽ 5-6 വർഷം കഴിയുമ്പോൾ മാത്രമേ ഹൈക്കോടതി ഇത് പരിഗണന എടുക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം അന്നേ അത് പരിശോധിക്കുള്ളൂ. അടിയന്തരമായി എടുക്കേണ്ടതാണെങ്കിൽ അന്നേരം എടുത്തേനെ. പക്ഷേ ഇത് അതിൻ്റെതായ രീതിയിൽ സീനിയോറിറ്റി അനുസരിച്ച് ഹൈക്കോടതി എടുക്കുള്ളൂ. തീർച്ചയായിട്ടും 5-6 വർഷം കഴിയും, എന്നിട്ട് മാത്രമേ ഇത് പരിഗണനയിൽ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വക്കീല് ശാസ്ത്രമംഗൽ അജിത് കുമാർ പറഞ്ഞതും ആ ഡിഫൻസ് അത് ശക്തമായ ഒരു ഡിഫൻസ് തന്നെയാണ്. കാരണം ഡൈൻ ഡിക്ലറേഷനിൽ ഗ്രീഷ്മയെ പറ്റി ഒന്നും പറയാതിരുന്നു.
മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ഷാരോൺ. അതുകൊണ്ട് അവര് ഇന്നും കുറ്റം സമ്മതിക്കാതെ, അവര് ഒരു ദുഃഖഭാരം പോലും ഇല്ലാതെ, ഒരു മനസ്താപവും ഇല്ലാതെ ജയിലിലേക്ക് പോകുന്നത് കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ 5-6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാലും ശരി, ഇതിന് തൂക്കുകയർ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.